എടോ വാസുള്ളേ 3 ചായ. ആ പിന്നെ കൊലയൊന്നും കയറ്റി വിടാത്ത എന്താ? നീയല്ലേ വേണ്ടത് പറഞ്ഞേ, അതുകൊണ്ട് ഞാനതങ്ങ് നാട്ടിൽ തന്നെ വിൽക്കുക. അതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ കണക്കും തീർത്തിട്ട് പോകാന്ന് വെച്ചു. കണക്കാ? ഏത് കണക്ക്? അന്ന് ഇവിടെ നിന്ന് ലോറി പുറപ്പെടും മുമ്പ് കണക്ക് തീർത്ത ഞാൻ കാശ് തന്നു വിട്ടല്ലേ? ബാക്കി 80,000 കൂടെ തരാനില്ലേ? മുതലാളി, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ നിന്ന് കൊല വാങ്ങിയപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപയാ നഷ്ടം. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ചീഞ്ഞതും പുഴുത്തതും ഒക്കെ തിരിച്ചു തന്നു വിട്ടിരുന്നേൽ എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ തമ്മിൽ ആദ്യമായി ഒരു കച്ചവടം നടത്തിയതല്ലേ, തിരിച്ചു തന്നു വിട്ടാൽ നിങ്ങൾക്ക് വിഷമാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ 80,000 രൂപയുടെ കണക്കും കൊണ്ടുവന്നാൽ അത് ന്യായമാണോ? നോക്ക് പരമശിവം, മനുഷ്യനെ കളിയാക്കരുത്. എന്റെ കൂട്ടു ബിസിനസ്സുകാരെല്ലാം എതിർപ്പ് പറഞ്ഞിട്ടും തേനിക്ക് പുറത്ത് ചരക്കയച്ചത് നിന്നെ വിശ്വസിച്ചിട്ടാ. വെറുതെ വേഷം കെട്ട് കാണിക്കരുത്. കണക്ക് കണക്ക് തന്നെയാ. എന്റെ 80,000 എടുക്ക്. ഇങ്ങനെ പേടിപ്പിച്ച് ചോദിക്കാനൊന്നും ഇത് നിങ്ങളുടെ നാടല്ല. ഇവിടെ എന്റെ കയ്യിൽ ഒരു കണക്കിരിപ്പുണ്ട്. നോക്ക്, നിന്റെ നാടായോണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. എന്റെ നാടായിരുന്നെങ്കിൽ നിന്റെ കൈയും കാലും ഇപ്പൊ കാണില്ലായിരുന്നു. അത് വേണേൽ ഞാൻ അവിടെ വരുമ്പോ ചെയ്തോ. ആദ്യം പോവാൻ നോക്ക്. എടാ വാസുള്ളേ, ടീ ക്യാൻസൽ. എന്തോന്നടാ ഇത് റിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നേരെ നോക്കി വെക്കി. ആ ഡേ വണ്ടിയുടെ ഡേയ്, എന്താടാ നീ ഫോളോ ചെയ്യണോ? ചേട്ടാ എന്ത് പറ്റി? ആരാ ചേട്ടനെ ഇടിച്ചേ? അവൻ എന്നെ ഇടിച്ചു. അവൻ എന്തായി ചെയ്യുന്നത്? വിടാനാ പറഞ്ഞേ. പോയും പോയിട്ട് ഒരു കടയും വെള്ള ഷർട്ട് കിട്ടാ നീ വലിയ മറ്റവനാണെന്ന വിചാരം. ഒന്നുകളെ ഞാൻ ഒരു ചെറുത് അടിച്ചോട്ടെ മോളെ, ഉറങ്ങാൻ വേണ്ടി മാത്രം. 10 മണിക്കൂർ നേരം എങ്ങനെ ഉറങ്ങാതിരിക്കും? ഇത്രയോ. കഴിഞ്ഞു. പോവാ മോളെ. വാ പോവാ. ഡേയ്, ഞാൻ നാട്ടിലേക്ക് പോകണമെന്ന് അറിഞ്ഞൂടെ? പിന്നെ എങ്ങോട്ടാ പോയേ? പരമശിവം മനസ്സ് മാറി തന്നതാ. പലിശയുണ്ട്, എണ്ണി നോക്കിയോ. വാങ്ങുമ്പോ ഞാൻ എണ്ണിയില്ല. ചക്കര, നീ എങ്ങനെയാണ് അവൻ്റെ കാശ് വാങ്ങിച്ചെടുത്ത്? മിടുക്കനാണല്ലോടാ നീ.